ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു യാത്ര പോകുന്നതിൻ്റെ ഒരു തുടക്കമാണ് കാണുന്നത്. വേറെ എവിടേക്കല്ല, അങ്ങ് കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ അത് അബ്ദു റെഡിയായി വാപ്പച്ചീനെ ഏൽപ്പിച്ചിട്ട് വാപ്പച്ചിനായിട്ടൊന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഞാനും ഇച്ചും ഉമ്മച്ചിയും അബ്ദും കൂടിയാണ് പോകുന്നത്. ഇച്ചു എന്ന് പറഞ്ഞാൽ തടമോനാണ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിരിക്കണം. അപ്പോൾ അഫ്സൽ കാക്ക റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഫ്സൽ കാക്കാനും ജുനൂനെയും കാത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് അവൻ്റെ കുസൃതികളും വാപ്പിച്ച് കളിപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി. പിന്നെ ഞാൻ എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്നത് അക്യുപഞ്ചറായിരുന്നു. പ്രാക്ടീഷണറായി ഇപ്പോൾ. അപ്പോൾ അക്യുപഞ്ചറിൻ്റെ പഠിച്ച സ്ഥലത്ത് ഞാൻ സെൻഡ് ഓഫിന് വേണ്ടി പോകണതാണ്. അപ്പോൾ അതേ ഹിക്കാക്ക വന്ന് ഞങ്ങളെല്ലാവരും കയറുകയാണ്. കാക്കയുടെ ഒരു ഇങ്ങനെ വെറുതെ ഇരിക്കാത്ത ടൈപ്പാണ്. ഇങ്ങനെ വണ്ടി ഓടിച്ചാലും തമാശകളും ഡാൻസും പാട്ടും കളിയും ചിരിയൊക്കെ ആയിട്ടൊക്കെ ഞാൻ വീഡിയോ എടുക്കണപ്പോൾ നാണായിട്ട് ആൾക്ക്. അപ്പോൾ അത് നല്ല ഉറക്കമായിട്ടാണ്. അപ്പം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യണം. അപ്പം ഇച്ചുവിനൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിൽ ഇറങ്ങിയതായിരുന്നു. പക്ഷെ തലവേദന അത് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടുള്ളൂ. ഇപ്പോൾ എനിക്കുണ്ടായിരുന്ന പോലത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾക്ക് വിശന്നിട്ട് കണ്ണ് കാണില്ല എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അവളുടെ ഹെയർ ബാൻഡ് എടുത്തിട്ട് അതിനെ ഇടിച്ചിട്ട് ഇരുത്തുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറേ ബ്ലോക്കും കാര്യങ്ങളുണ്ടായി. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് വിശന്നിട്ട് വയ്യ, നമുക്കാണെങ്കിൽ ടൈമും ലേറ്റായി തുടങ്ങി. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇറക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ ആളിങ്ങനെ സഹിച്ചിരിക്കണം. ഞങ്ങളെ വേഗം ഇറക്കി ഞങ്ങൾ ട്രെയിനിൽ കയറി. അതും നല്ല വാശിയായിരുന്നു. ഉമ്മച്ചി ഇങ്ങനെ ആട്ടി ഉറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചുവിന് സെപ്പറേറ്റ് സ്ഥലം കൊടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ കണ്ട് ഞങ്ങളപ്പോൾ യാത്ര എന്താ പറയുക ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മകളൊക്കെ അയവിറക്കി ഇങ്ങനെ പോയിട്ടാ. അപ്പോൾ ഈ സെൻഡ് ഓഫിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടേക്ക് കോഴിക്കോടേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് സ്റ്റേ ഉണ്ട്. പിറ്റേ ദിവസമാണ് നമ്മളെ മെയിൻ ബിഗ് ഡേ അങ്ങനെ പറയാം. അപ്പോൾ സെൻഡ് ഓഫിന് പോകുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ സെൻഡ് ഓഫിന് പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം 2 ദിവസമായിട്ട് പോയി വരാൻ പറ്റില്ലല്ലോ ഇത്ര ലോങ്. അപ്പോൾ അതുകൊണ്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്ന് ഫ്രഷായി സമാധാനത്തിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എന്താ പറയുക എന്താ പറയുക ഇങ്ങനെ എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് മതിയാവില്ല ഈ ഒരു സംഭവമൊക്കെ. ഇപ്പോഴും എന്തോ ഒരു വലുതായാലും അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിരുന്നു. ഞാനപ്പോൾ അവൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ഇച്ചുവിൻ്റെ അടുത്ത്. അത് ഇങ്ങനെ അങ്ങനെ മറ്റേത് മറിച്ചത്. ഞങ്ങൾ ഫുൾ വൈബിലാണ് വന്നത്. പക്ഷെ അവനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര അടിച്ച് പൊളിച്ച് ചില്ലാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പാരഗണിൽ പോയി ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ സിറ്റുവേഷൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും തന്നെയായിരുന്നു. ആർക്കും വയ്യായിരുന്നു. പക്ഷേ പാരഗണിൽ പോയി കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു റീൽസൊക്കെ കണ്ടിട്ട്. അങ്ങനെ ഒരു 2 സദ്യയും ഒരു ബിരിയാണിയും പറഞ്ഞു, ഒരു മീൻ ഫ്രൈയും പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക എല്ലാം ഷെയർ ഇട്ട് അങ്ങനെ ഇങ്ങനെ കഴിച്ചു. പിന്നെ നമ്മളവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത്. കാരണം ആകെ ടയേർഡായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് രക്ഷയില്ല. ഡ്രസ്സ് മാറ്റിയപ്പോഴാണ് അവരെ കരച്ചിലൊന്ന് നിർത്തിയത്. അതുവരെയും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താക്കി ഫ്രണ്ട് വീട്ടിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് പോയി അവിടെ ചെന്നപ്പോൾ എന്താണ് പലഹാരങ്ങളായിരുന്നു. എന്താ പറയുക നല്ല ചിക്കൻ റോളും പിന്നെ മറ്റേ കേക്കില്ലേ എങ്ങനെ പറയുക ബ്രെഡ് കേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല യമ്മി ഫുഡായിരുന്നു. സ്നാക്സ് ആയിരുന്നു. പിന്നെ അടിപൊളി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ഉമ്മച്ചി ഇങ്ങനെ എല്ലാവർക്കും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ടാണ്. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങളതേ 8-ാം തീയതി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് സെൻഡ് ഓഫിന് പോവുകയാണ്. സെൻഡ് ഓഫിന് പോകുന്ന വിശേഷങ്ങളൊക്കെ പറയണത്. അപ്പോൾ ആൾ പറയണതെങ്കിൽ കാണിക്കില്ലേ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും സെൻഡ് ഓഫിന് പോകുന്നത് വേറൊന്നുമല്ല, നമ്മൾ ചെറിയൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് മെഡൽ കിട്ടി. ഞങ്ങൾ ജയിച്ചു, അതറിഞ്ഞതിൻ്റെ സന്തോഷം. മെഡൽ കിട്ടി. പിന്നെ നമ്മൾ ജൂനിയേഴ്സിന് നമ്മൾ എന്താ പറയുക ഫുഡൊക്കെ കൊടുത്തു. അവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും സാറന്മാർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. നമ്മളതായ രീതിയിൽ കുറേ വെറൈറ്റീസുകളൊക്കെ ചെയ്തു. ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു, പാട്ട് വേളുണ്ടായി. നമ്മൾ ക്ലിനിക്കിലേക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പഠിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള നല്ല എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നമുക്ക് കൊടുത്തത്. അവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും ഇന്ന് നമ്മൾ ഓർക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഓർക്കും ഞങ്ങളങ്ങനെ വികൃതി കുട്ടികളായിരുന്നു. എന്നാലും നമ്മൾ ഇങ്ങനൊരു നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെയാണ് കൊടുത്തത്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ സെൻഡ് ഓഫിലെ വിശേഷം. ഞങ്ങളെ മെയിൻ സാറാണ് കേട്ടോ, ബ്ലാക്ക് ഷർട്ട് ഇട്ട സുനി സാറ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത സുഫിയാൻ സാറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നല്ല തിരിച്ചു പോകുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ ബൈ ബൈ.